വിഷു റംസാൻ സ്പെഷ്യൽ വമ്പൻ ആനുകൂല്യ വിതരണം. വിവിധ മേഖലകളിലേക്കുള്ള വിതരണം നാളെ മുതൽ ആരംഭിക്കുന്നു. പെൻഷനുകൾ, ക്ഷേമ പെൻഷനുകൾ, വിവിധ മേഖലകളിലേക്കുള്ള മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ, റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള സപ്ലൈകോ വിതരണം എന്നിവയുടെ രണ്ടാം ഘട്ട വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത്. മാർച്ച് മാസത്തിലെ ആനുകൂല്യം എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കുൾപ്പെടെയാണ് വിതരണ അറിയിപ്പ് എത്തിയിരിക്കുന്നത്. 3 മാസത്തിലെ ക്ഷേമ പെൻഷൻ മുൻകൂറായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്ന സാഹചര്യത്തിൽ പിന്നീട് പെൻഷൻ നൽകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകാൻ സാഹചര്യമുണ്ട്. പിന്നീട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പെൻഷൻ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നുള്ള അഭ്യർത്ഥനകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് സാധാരണക്കാരെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 3 മാസത്തിലെ, അതായത് ഇലക്ഷനും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമൊക്കെ നടക്കുന്ന കാലഘട്ടത്തിലെ 3 മാസത്തിലെ ഈ മാർച്ച് മാസം, അതോടൊപ്പം ഏപ്രിൽ, മെയ് 3 മാസങ്ങളിലെ പെൻഷൻ തുക ഒരുമിച്ച് എത്തിച്ചേരുന്നത്. 3 മാസത്തിലെ പെൻഷൻ തുകയായി 6000 രൂപ വീതമാണ് എത്തിച്ചേരുക. ഈ തുകയുമായി ബന്ധപ്പെട്ടുള്ള വിതരണത്തിനുള്ള അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവും ഇന്നലെയോടെ പുറത്തു വന്നിരിക്കുകയാണ്. പെൻഷൻ വാങ്ങുന്ന 64 ലക്ഷത്തോളം വരുന്ന ആളുകളും ശ്രദ്ധിക്കുക. 3 ഗഡുക്കൾ തന്നെയാവും തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക. ഒരുമിച്ച് വിതരണം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വളരെ വേഗം തുക ചെലവായി പോവുകയും പിന്നീട് ബാക്കി മാസങ്ങളിൽ ആനുകൂല്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 3 മാസങ്ങളിലായി തന്നെയാകും ആനുകൂല്യം എത്തിച്ചേരുക. എല്ലാ മാസങ്ങളിലും അതാത് സമയപരിധിക്കുള്ളിൽ തന്നെ തുക എത്തിച്ചേരും. ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 24.46 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും, ഇതോടൊപ്പം തന്നെ സഹകരണ സംഘം ജീവനക്കാർ വഴി തുക എത്തിച്ചേരുന്ന 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൈകളിലേക്കുമാണ് തുക വിതരണം ആരംഭിക്കുക. NSAP വിഭാഗത്തിൽപ്പെട്ട് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം സംബന്ധിച്ചും സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഇതിനായുള്ള തുക കേന്ദ്രം മുൻകൂർ അടിസ്ഥാനത്തിൽ ഇനി അനുവദിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ തുക കൂടി സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തേണ്ടത്. ഈ തുക ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയില്ല. ഇവർക്കുള്ള വിതരണം പിന്നീട് പ്രഖ്യാപിക്കുന്ന മുറയ്ക്കായിരിക്കാം അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുക. ആധാറാധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രവിഹിതം എത്തിച്ചേരുക. ഇതിനുള്ള തുക കൂടി സംസ്ഥാനം ഇനി മുൻകൂർ അടിസ്ഥാനത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന അറിയിപ്പ്, റംസാൻ പ്രമാണിച്ച് പ്രത്യേക കിറ്റ് വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് സപ്ലൈകോ. റംസാൻ നിലാവ് എന്ന പേരിലാണ് സർക്കാർ വിലക്കുറവിൽ സാധനങ്ങൾ കിറ്റായി നൽകുന്നത്. ആകെ 15 ഇനങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാവുക. 1 കിലോ ശബരി അപ്പം പൊടി, പുട്ടുപൊടി, 100 ഗ്രാം വീതം ചിക്കൻ മസാല, പെരുംജീരകം, മീറ്റ് മസാല, ജീരകം, മല്ലിപ്പൊടി, മുളകുപൊടി, കാശ്മീരി മുളകുപൊടി, 50 ഗ്രാം കുരുമുളക് പൊടി, 1 കിലോ റവ, പഞ്ചസാര, 250 ഗ്രാം ശബരി ഗോൾഡ് ചായപ്പൊടി, ഏലക്ക 20 ഗ്രാം, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം എന്നിവയാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഓഫർ മാർച്ച് മാസം 20 വരെ ലഭ്യമാകുന്നതാണ്. ഇതിൽ 1018 രൂപയുടെ സാധനങ്ങൾ ഉണ്ടായിരിക്കും. ആകെ 15 ഇനങ്ങളാണ്. ഇവ സപ്ലൈകോ നൽകുന്നത് 786 രൂപയ്ക്കായിരിക്കും. ഗുണഭോക്താക്കൾ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.